നമസ്കാരം. ജിമാർട്ട് ഗൾഫ് ന്യൂസ് വീക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസ ലോകത്തെ വർത്തമാന കാഴ്ചകളും ജീവിത വിശേഷങ്ങളുമായി ജിമാർട്ട് ഗൾഫ് ന്യൂസ് വീക്ക് നമ്മൾ ആരംഭിക്കുന്നു. കേരളം തെരഞ്ഞെടുപ്പ് ചൂടിൽ അമരുമ്പോൾ പ്രവാസ ലോകത്തും ആകാംക്ഷയും പ്രതിഷേധവും വർദ്ധിക്കുന്നതും കൂടാതെ പ്രവാസ ലോകത്തെ വിഷുക്കാഴ്ചകളും മറ്റ് വർത്തമാന വിശേഷങ്ങളുമായി ഈ ആഴ്ചത്തെ ഗൾഫ് ന്യൂസ് വീക്ക് നമ്മൾ ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും ജിമാർട്ട് ഗൾഫ് ന്യൂസ് വീക്കിലേക്ക് സ്വാഗതം. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ആരവങ്ങളെല്ലാം സമാപിച്ച് വോട്ട് പെട്ടിയിലാക്കി കൂട്ടലും കിഴിക്കലുമായി കഴിയുമ്പോൾ പ്രവാസ ലോകത്ത് ആത്മവിശ്വാസവും ആശങ്കയും പ്രതീക്ഷയും വർദ്ധിക്കുകയാണ്. പ്രമുഖ രാഷ്ട്രീയ കക്ഷികളുടെ പ്രവാസി ഘടകങ്ങളെല്ലാം തികഞ്ഞ ആത്മവിശ്വാസത്തിലും പ്രതീക്ഷയിലുമാണ്. കൂടാതെ അവർക്ക് ഇത്തവണ വോട്ട് ചെയ്യാൻ സാധിക്കാത്തതിലുള്ള പ്രതിഷേധവും അവർ രേഖപ്പെടുത്തുന്നുണ്ട്. ഇനി അവർക്ക് പ്രതീക്ഷ സുപ്രീം കോടതി വിധിയിലാണ്. കേരളത്തിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിട്ടുള്ള പ്രവാസികൾക്ക് തങ്ങൾ ജോലി ചെയ്യുന്ന രാജ്യത്ത് തന്നെ ഇനി വരുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്താൻ അവസരം ഒരുക്കണം എന്ന സുപ്രീം കോടതി വിധിയിൽ കണ്ണുനട്ടിരിക്കുകയാണ് പ്രവാസികൾ. ഇത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമിതി സുപ്രീം കോടതിക്ക് 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കും. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ആരവങ്ങൾ ഒഴിഞ്ഞ് വോട്ടെല്ലാം പെട്ടിയിലായി ഇനി വിജയികളാരെന്ന കാത്തിരിപ്പിൽ അമരുമ്പോൾ പ്രവാസ ലോകത്തും ആകാംക്ഷകളും ആശങ്കകളും പ്രതീക്ഷകളും വർദ്ധിക്കുകയാണ്. വിജയപ്രതീക്ഷയിൽ സമ്മിശ്ര പ്രതികരണമാണ് പ്രവാസ ലോകത്ത് നിന്ന് ഉയരുന്നത്. ചിലർ LDFന് മുൻതൂക്കം നൽകുമ്പോൾ മറ്റു ചിലർ UDFൽ പ്രതീക്ഷയർപ്പിക്കുകയാണ്. കേരളത്തിൽ ഒരു ഭരണവിരുദ്ധ തരംഗമൊന്നുമില്ലാതെ കഴിഞ്ഞു പോയ തെരഞ്ഞെടുപ്പാണ് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ ഇലക്ഷൻ നേരിട്ടത്. അതുകൊണ്ട് തന്നെ നല്ല ഒരു പ്രതീക്ഷയോടുകൂടി UDF ഇലക്ഷനെ കാണുന്നുണ്ട്. നടന്നിട്ടുള്ള 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ കഴിഞ്ഞ കേരള രക്ഷാ മാർച്ചോടുകൂടി കേരളത്തിൽ മറിഞ്ഞ് കണ്ടുകൊണ്ടിരുന്ന ഒരു സന്ദർഭം ഇന്നത്തെ ഇലക്ഷനിൽ കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. കഴിഞ്ഞ കേരള രക്ഷാ മാർച്ചിൽ എത്രത്തോളം ജനബാഹുല്യമാണ് തടിച്ചുകൂടിയത്, അത് എല്ലാം വോട്ടായിട്ട് മാറാനുള്ള ഒരു സാഹചര്യമാണ് കേരളി മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ വരുന്ന തെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിലെ ഒരു ഭരണമാറ്റം പ്രതീക്ഷിക്കുന്നതോടൊപ്പം തന്നെ കേരളത്തിൽ വളരെ മാറ്റമായിട്ടുള്ള, കേരളത്തിൽ നിന്നും ഏകദേശം കഴിഞ്ഞ കാലങ്ങളിൽ വ്യത്യസ്തമായിട്ട് 2004 നടന്ന തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും അടുത്ത 16 തീയതി വോട്ടെണ്ണുമ്പോൾ ഉണ്ടാവുക എന്നാണ് ഞങ്ങൾക്ക് അഭിപ്രായമുള്ളത്. പൊതുവെ ഇലക്ഷനിൽ കണ്ടുവരുന്ന ഇത് ട്രെൻഡനുസരിച്ച് UDF ഭൂരിപക്ഷം കിട്ടുമെന്നാണ് തോന്നുന്നത്. ഇത്രയും കാലത്ത് അവരുടെ ഭരണവും പിന്നെ പ്രത്യേകിച്ച് കേന്ദ്രത്തിൽ വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ ഒറ്റപ്പെടുത്താൻ UDFന് പാർലമെന്റിൽ സീറ്റുകൾ കൂടണം എന്നുള്ള ഒരു മനോഭാവം ജനങ്ങളിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ UDF ആയിരിക്കും എന്നാണ്. അതിശക്തമായി LDF തിരിച്ചു വരും എന്നതാണ് ഇപ്പോൾ പറഞ്ഞതൊക്കെ സ്വപ്നം മാത്രമാണ്. അതിശക്തമായി LDF തിരിച്ചു വരും എന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കേരളത്തിൽ നമുക്കറിയാമല്ലോ, ഏറ്റവും എതിർകക്ഷി എന്ന് പറയുന്നത് CPMന് വലിയൊരു മേൽക്കൈയൊന്നും ഒരു മണ്ഡലത്തിലും അല്ലെങ്കിൽ ഒരു ഇതിലും കാണാനില്ല. അതുകൊണ്ട് തന്നെ വരുന്ന 16 തീയതി ചിലപ്പോൾ കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള ഒരു ദിനമാവാനാണ് സാധ്യത കൂടുതൽ. ചിലർക്ക് ആര് ജയിച്ചാലും തോറ്റാലും പ്രശ്നമില്ല എന്ന നിലപാടിലാണ്. ചിലർ വോട്ട് ചെയ്യാനാവാത്ത വിഷമം ഉള്ളിലൊതുക്കി കഴിയുകയാണ്. പ്രവാസികൾക്കായി ആരും ഒന്നും ചെയ്യുന്നില്ല എന്നാണ് അവരുടെ പരിഭവം. ഓഫ് കോഴ്സ് എല്ലാ രാജ്യത്തും അവരുടെ പൗരന്മാർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം കൊടുത്തിട്ടുണ്ട്. അവർ എംബസി പോയി ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. നമ്മുടെ സർക്കാർ അതിനൊരു ഫെസിലിറ്റി ചെയ്യുന്നുമില്ല. വെറുതെ ഇവർക്ക് NRIസിൻ്റെ കാശ് കുറേ വേണം, അല്ലാതെ ഒരു ഫെസിലിറ്റി ചെയ്തു തരാൻ തയ്യാറുമല്ല. അവർ വളരെ വിഷമമുണ്ട്. എല്ലാ NRIസിനും വളരെ വിഷമമുണ്ട്. കാരണം ഞങ്ങളുടെ അവർ ആഗ്രഹം നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾക്ക് വോട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതിനുള്ള സമയം നമുക്കിവിടെ വരാൻ പറ്റാറില്ല, സാഹചര്യം കിട്ടാറില്ല. ഗവൺമെൻറ്റൊന്നും ചെയ്തു തരുന്നുമില്ല. ശരിക്കും പ്രവാസികളാണ് ഇതിനകത്ത് കൂടുതൽ ഇൻട്രസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു. അവരാണ് ഏറ്റവും കൂടുതൽ അനലൈസ് ചെയ്യുന്നത് രാഷ്ട്രീയത്തിൽ. അപ്പോൾ നമുക്കതിന് വേണ്ട വിധം വിനിയോഗിക്കാൻ കഴിയാതിരിക്കുക എന്നുള്ളൊരു ശരിക്കും ബുദ്ധിമുട്ട് തന്നെയല്ലേ. അത് ഏറ്റവും കൂടുതൽ ശരിക്കും ഇതിനെക്കുറിച്ച് ചർച്ചകൾ സജീവമാകുന്നത് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഗൾഫിലൊക്കെ ആയിരിക്കും, പ്രവാസ ലോകത്താണ്. ആ സമയത്ത് നിങ്ങൾക്ക് ഇവിടെ വോട്ട് ചെയ്യാൻ പറ്റുന്നതിനുള്ള വിഷമം ഉണ്ടാവാറില്ല? തീർച്ചയായിട്ടും അതാണല്ലോ ഞങ്ങൾക്ക്. പക്ഷെ നമുക്ക് പ്രതിഷേധിക്കാൻ മാത്രമല്ലേ കഴിയും. വോട്ട് ചെയ്യാൻ സാധിക്കാത്തതിൽ വളരെയേറെ വിഷമമുണ്ട്. കാരണം പ്രവാസികൾക്ക് യാതൊരുവിധ വിലയില്ലെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് ഇപ്പോൾ. അതുകൊണ്ട് അടുത്ത പ്രാവശ്യമെങ്കിലും ഞങ്ങൾക്ക് ഇലക്ഷന് ഇവിടെ നിന്ന് വോട്ട് ചെയ്യാനുള്ളൊരു സംവിധാനം ഗവൺമെൻറ് ഉണ്ടാക്കി തന്നാൽ അത് ആരായാലും കൊള്ളാം, അധികാരത്തിൽ വരുന്ന ആരായാലും അങ്ങനെ അതിനൊരു അവസരം ഉണ്ടാക്കി തരണമെന്നാണ് എൻ്റെ അഭിപ്രായം. വോട്ട് ചെയ്യാൻ പറ്റാത്തതിൽ വിഷമമില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാൾക്കാർ വന്നു കഴിഞ്ഞാലും സെയിം ഫലമായിരിക്കും നമ്മുടെ നാട്ടിൽ വരുന്നത്. രാഷ്ട്രീയ പാർട്ടികളുടെ പോഷക ഘടകങ്ങളെല്ലാം തികഞ്ഞ ആത്മവിശ്വാസത്തിലുമാണ്.
എന്നാൽ വിജയപ്രതീക്ഷയോടൊപ്പം വോട്ട് ചെയ്യാനാവാത്തതിലുള്ള പ്രതിഷേധവും അമർഷവും പ്രവാസികൾ പ്രകടിപ്പിക്കുന്നുമുണ്ട്. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം പ്രവാസികളുടെ വോട്ടവകാശം ഈ ഒരു തെരഞ്ഞെടുപ്പിലും രേഖപ്പെടുത്താൻ പറ്റാത്തതിൽ വളരെയേറെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാരണം അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ആൾക്കാരെക്കാൾ കൂടുതൽ കേരളത്തിലെയാളും ഇന്ത്യയിലാണും തന്നെ ഇലക്ഷനെയും രാഷ്ട്രീയ സാഹചര്യത്തെയും ഏറ്റവും കൂടുതൽ അടുത്ത് നോക്കിക്കാണുന്ന ഒരു സമൂഹമാണ് പ്രവാസി മലയാളികൾ അല്ലെങ്കിൽ പ്രവാസികൾ എന്ന് വെച്ചാൽ. അപ്പോൾ അങ്ങനെയുള്ള പ്രവാസികൾക്ക് വോട്ടവകാശം നിഷേധിക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പോലും മാറ്റിമറിക്കാൻ കഴിവുള്ള അത്രയും പ്രവാസികളാണ് പല വിദേശ രാജ്യങ്ങളിലും ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ പ്രതീക്ഷിച്ചതുപോലെ സംഭവിച്ചില്ല. പ്രവാസികൾക്ക് വോട്ടവകാശം വീണ്ടും നിഷേധിക്കപ്പെട്ടു. ഏതായാലും പ്രവാസ ലോകം വോട്ട് ചെയ്യാനാവാത്ത വിഷമം ഉള്ളിലൊതുക്കി കഴിയുന്നതിനിടെ സുപ്രീം കോടതിയുടെ പുതിയ ഉത്തരവ് പ്രവാസികൾക്ക് പ്രതീക്ഷ നൽകുകയാണ്. സുപ്രീം കോർട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും നടക്കാൻ സാധ്യതയുണ്ട്. കാരണം ആകെ ജനങ്ങൾക്ക് ഇവിടെ ആകെയുള്ള വിശ്വാസം സുപ്രീം കോർട്ടിന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും കൈക്കൂലി കൊടുത്തും ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് മാറ്റിയെടുക്കാവുന്നതാണ്. സുപ്രീം കോടതി പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയുണ്ട്. പക്ഷേ അത് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ വളരെ ഹാപ്പി ആയിരിക്കും എല്ലാവരും. ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇലക്ഷന് വോട്ട് ചെയ്യാൻ സാധിക്കുന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. പ്രതീക്ഷയുണ്ട്, വളരെ പ്രതീക്ഷയുണ്ട്. എല്ലാ NRIസും വളരെ ഞാൻ സ്ഥിരമായിട്ട് ഗൾഫിലെ എല്ലാ രാജ്യങ്ങളും യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരെ കാണുന്നുണ്ട്. അതുപോലെ അവിടുത്തെ കേരള സമാജങ്ങളുടെ കോൺടാക്ട്സിലാണ്. പക്ഷേ അവരൊക്കെ പറയുന്നതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വിഷമം വോട്ടിംഗ് റൈറ്റ്സ് ഞങ്ങൾക്കില്ല. ഞാൻ 20 വർഷമായിട്ട് ഗൾഫിലുള്ള ആളാണ്. ഫാമിലി ആയിട്ട് എൻ്റെ മക്കളൊക്കെ ജനിച്ച് വളർന്ന അവിടെ തന്നെ. പക്ഷേ ഇതുവരെ ഞങ്ങൾക്ക് വോട്ടിനുള്ള അവകാശം ഇതുവരെ കിട്ടിയിട്ടില്ല. ഒരു വല്ലാത്തൊരു വിഷമമാണ് ആദ്യം പറഞ്ഞത്. അപ്പോൾ സുപ്രീം കോടതിയിൽ പ്രതീക്ഷയാണ്, വളരെയേറെ പ്രതീക്ഷയുണ്ട്. പ്രവാസി ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം, വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന വിദേശികളായ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായ ഒരു തീരുമാനമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഈ തീരുമാനം ഇന്ത്യക്കാരായ ഓരോ വിദേശികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യം അറിയിക്കുന്നതാണെന്ന് മാത്രമല്ല, ഈ അവസരം ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കുക എന്നത് തന്നെ നമുക്കുള്ള ഒരു ഐഡന്റിറ്റി, ഇന്ത്യക്കാരെന്ന രീതിയിൽ നമ്മുടെ രാജ്യത്തോട് കൂട്ടിയിണക്കാനുള്ള ഒരു വലിയ സുപ്രധാനമായ തീരുമാനമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുണ്ടായത്. ഈ തീരുമാനം KMCC ഒന്നടങ്കം സ്വാഗതം ചെയ്യുകയും മേലിൽ തുടർന്നുള്ള ഈ പ്രക്രിയയിൽ പങ്കാളിത്തം വഹിക്കുന്ന കാര്യത്തിൽ സജീവമായി സമാധാനപരമായി ഈ വിഷയത്തിൽ ഇടപെടുന്നതിൽ KMCC എന്നും മുന്നിലുണ്ടാകുമെന്നും ഉറപ്പു തരികയാണ്. കേരളത്തിൽ വോട്ടർ പട്ടികയിൽ പേരുള്ള പ്രവാസികൾക്ക് തങ്ങൾ തൊഴിലെടുക്കുന്ന രാജ്യത്ത് തന്നെ അടുത്ത കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്താൻ അവസരമൊരുക്കണം എന്ന സുപ്രീം കോടതി വിധിയിൽ കണ്ണും നട്ടിരിക്കുകയാണ് ഇനി പ്രവാസികൾ. ഇത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമിതി 3 മാസത്തിനകം കോടതിക്ക് റിപ്പോർട്ട് സമർപ്പിക്കും. പ്രവാസി സമൂഹത്തെ കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വവും അതുപോലെ തന്നെ കേന്ദ്ര ഭരണകൂടവും വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് പല വാഗ്ദാനങ്ങളും പ്രവാസികൾക്ക് നൽകിക്കൊണ്ട് നടപ്പിലാക്കാതെ നീട്ടി പോയിക്കൊണ്ട് അത് ഇല്ലായ്മ ചെയ്യുന്ന സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുണ്ടായിട്ടുള്ളത്. പ്രവാസികളുടെ സമ്പത്ത് മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നീക്കങ്ങളാണ് ഗവൺമെൻറ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രവാസി ഈ വോട്ടവകാശം എന്ന് പറയുന്ന ചർച്ച തുടങ്ങിയിട്ട് ഏകദേശം 10 വർഷമാകും. കഴിഞ്ഞ 3 വർഷക്കാലം മുമ്പ് കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഇടപെടൽ മൂലം കേന്ദ്രമന്ത്രിമാർ പ്രഖ്യാപിച്ചതാണ് പ്രവാസികൾക്ക് വോട്ടവകാശം ഇതാ കൊടുക്കുന്നു. ഇപ്പം നീട്ടി പോയിട്ട് 3 വർഷമായിരുന്നു. 3 വർഷക്കാലത്തിനിടയിൽ ഒരു പ്രവാസി സുപ്രീം കോടതിയിൽ പോയത് കൊണ്ട് മാത്രമാണ് ഈ വിഷയം ഇപ്പോൾ സജീവമായി ചർച്ചയ്ക്കെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ സുപ്രീം കോടതി വളരെ ശക്തമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ പ്രവാസികൾക്ക് വോട്ടവകാശം നൽകണം, അവർക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം. വളരെ ശക്തമായ ഭാഷയിൽ ആവശ്യപ്പെട്ടത് കൊണ്ട് മാത്രമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ സത്യാവസ്ഥ വെളിപ്പെടുത്താൻ കഴിഞ്ഞത്. ആ സത്യാവസ്ഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് കേന്ദ്രത്തിന്റെ ഗവൺമെന്റിന്റെ ഉദാസീനത കൊണ്ട് മാത്രമാണ് ഈ പ്രവാസികൾക്ക് വോട്ടവകാശം നടപ്പിലാക്കാൻ കഴിയാതെ വന്നിരിക്കുന്ന ഒരു സാഹചര്യം. വോട്ടവകാശം ലഭിക്കാൻ യോഗ്യതയുള്ള 1 കോടിയിലധികം പ്രവാസികളുണ്ടെന്നാണ് കണക്ക്. എന്നാൽ ആകെ 11,844 പേരാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിട്ടുള്ളത്. അതിൽ തന്നെ 11,488 പേർ കേരളത്തിൽ നിന്നാണ്. ഗൾഫിലേക്ക് പോയതിനാൽ 12 വർഷം മുൻപ് തനിക്ക് വോട്ടവകാശം നഷ്ടപ്പെട്ടത് ചൂണ്ടിക്കാട്ടി പ്രവാസികൾക്ക് മാതൃരാജ്യത്ത് തങ്ങളുടെ ശബ്ദമറിയിക്കാൻ അവസരം നൽകേണ്ടതല്ലേ എന്നും പ്രവാസികൾക്ക് 2010 ജനപ്രാതിനിധ്യ നിയമ ഭേദഗതിയിലൂടെ അനുവദിച്ച വോട്ടവകാശം വിനിയോഗിക്കാനുള്ള പ്രായോഗിക തടസ്സങ്ങൾ നീക്കാൻ ആവശ്യപ്പെട്ട് ഈ വർഷത്തെ പ്രവാസി ഭാരതീയ പുരസ്കാര ജേതാവും ദുബായിലെ LLH ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടറുമായ VP ഷംഷീർ നൽകിയ ഹർജിയാണ് സുപ്രീം കോടതി പരിഗണിച്ചത്. വളരെ അനുകൂലമായിട്ടുള്ളൊരു വിധിയാണിത്. ഒരു പോസിറ്റീവായിട്ട് തന്നെ നമ്മൾ ഇതിനെ കാണണം. കാരണം എന്തേ ഇത്രയും വൈകി എത്തി എന്നുള്ളൊരു ചോദ്യം സുപ്രീം കോടതി തന്നെ ഒരു 2-3 തവണ ചോദിച്ചു.
അപ്പോൾ അതിനൊക്കെ ഒരു മറുപടി ഒന്നുമില്ല. അപ്പോൾ അത് ഇതുവരെ നമ്മളൊരു തീരെ ഇതൊന്നും ഇത്രയൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം ഒരു സുപ്രീം കോടതി ഇത്രയും ഒരു മാസം കൊണ്ട് ഒരു 4 തവണ ഇതിനുള്ളൊരു ഹിയറിങ് നമുക്ക് 4 തവണ കിട്ടി. എന്നിട്ടും നമ്മൾ ആ ഒരു ചോദ്യത്തിൽ ഇനിയിപ്പോൾ ഒരു ഓപ്ഷൻ നമ്മൾ ഇലക്ഷൻ ഏകദേശം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയൊരു ഓൺലൈൻ മെക്കാനിസം തുറന്നു കഴിഞ്ഞാൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവാനുള്ള സാധ്യത ഉള്ളത് കാരണം ഒരു ഫുൾ ഡീറ്റെയിൽഡ് ഒരു കോംപ്രഹെൻസീവ് ജഡ്ജ്മെൻ്റാണ് ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിലെല്ലാം കവർ ചെയ്തിട്ട് ഒരു ഫുൾ പ്രൂഫായിട്ടുള്ളൊരു വിധിയായിരിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തുടക്കത്തിൽ അങ്ങനെ ആരും ഇത് നിലയിലേക്ക് എത്തുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം പോകുന്നുണ്ടെന്ന് ആൾക്കാർക്ക് അറിയെങ്കിൽ കൂടി തന്നെ ഇന്നത്തെ ചുറ്റുപാടിലേക്കാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടെന്നുള്ളത്. കാരണം അതൊരു ഇത്രയും ഫേവറബിളായിട്ട് വരുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഇപ്പോഴുള്ള വ്യവസ്ഥ അനുസരിച്ചിട്ട് ഇവിടെ രജിസ്റ്റർ ചെയ്ത ആൾക്കാർ സ്വന്തം നാട്ടിൽ പോയിട്ട് വോട്ട് ചെയ്യണം എന്നുള്ളൊരു നിബന്ധന ഉണ്ട്. അപ്പോൾ അത് കാരണം ഈ താഴെത്തട്ടിലുള്ള ആൾക്കാർക്കൊന്നും വോട്ടവകാശം ഉപയോഗിക്കാനുള്ളൊരു സാഹചര്യമില്ല. അപ്പോൾ സുപ്രീം കോടതി നോട്ടീസ് ചെയ്തത് ഒരു ഇന്ത്യൻ പൗരൻ അതിലൊരു ഡിസ്ക്രിമിനേഷൻ അതിപ്പം നാട്ടിൽ പോയി ചെയ്യാനൊരു ആവറേജ് ഇന്ത്യക്കാരൻ ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരു ലേബറായാലും ഒരു താഴെത്തട്ടിലുള്ള ഒരാളായാലും അതങ്ങേക്കത് സാധ്യമല്ല. അപ്പോൾ ആയതിനാൽ അതിന് ഒരു ഫുൾ പ്രൂഫ് മെക്കാനിസം ഇവിടെ തന്നെ ഇരുന്നു കൊണ്ട് എങ്ങനെ ഓൺലൈൻ വഴിയോ തപാൽ മാർഗമോ അതിൻ്റെ ടെക്നിക്കാലിറ്റി ഇലക്ഷൻ കമ്മീഷനാണ് നിശ്ചയിക്കേണ്ടത്. അത് തീരുമാനിച്ചിട്ട് എനിക്ക് തോന്നുന്ന കോടതിയെ അത് അറിയിക്കും. അതിനനുസരിച്ചിട്ട് ഒരു അനുകൂല വിധിയാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഹർജി ഇനി ഓഗസ്റ്റ് അവസാന വാരം വീണ്ടും പരിഗണിക്കും. ഇനി ഇതുവരെയുള്ള ഒരു പ്രവാസി ആയിരിക്കില്ല ഇനി അങ്ങോട്ടുള്ള പ്രവാസി. കാരണം ഒരു വോട്ടവകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ അത് രാഷ്ട്രീയക്കാരുടെ മുമ്പിലായാലും നമ്മളിപ്പോൾ നാട്ടിലൊക്കെ പോകുമ്പോൾ തന്നെ അതെന്തായാലും ഒരു ഫീൽ ചെയ്ത് തുടങ്ങാനുള്ളൊരു സമയമായി കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു വിധി വരുന്നതോടുകൂടി ഇനിയിപ്പം നാട്ടിലെ രാഷ്ട്രീയക്കാരായാലും ഇപ്പോഴത്തെ ഗവൺമെൻറ് സെറ്റപ്പ് ആയാലും നമ്മുടെ പ്രോബ്ലംസ് കൂടുതൽ ഫേവറബിളായിട്ട് നോക്കാൻ ഇനി അവരും എന്തായാലും എനിക്ക് തോന്നുന്നു ഇനി അവരും എയർഫോഴ്സ് ടു ഡു സോ. 2 മാസമാണ് പറഞ്ഞത്. അതൊരു ഡേറ്റും തന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഓഗസ്റ്റ് 7th എന്നുള്ളൊരു ഡേറ്റാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തായാലും നമുക്കൊരു പൂർണ്ണ രൂപം എന്തായാലും നമുക്ക് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഹർജിയിലെ ആവശ്യം കേന്ദ്ര സർക്കാരും തെരഞ്ഞെടുപ്പ് കമ്മീഷനും അംഗീകരിച്ചു കഴിഞ്ഞു. ഏതായാലും പുതിയ സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെങ്കിലും തങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രവാസികൾക്ക് വേണ്ടി അവിടെ നിന്ന് ഞങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ടാകണമെന്നാണ് ഇനിയിപ്പോൾ സുപ്രീം കോടതി വിധി വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ സാധിക്കുമെന്ന് ഉത്തരവ് വന്നിട്ടില്ല. ഇനി 3 മാസത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെച്ചേക്കാണ്. എന്താണ് നിങ്ങളുടെ പറയാനുള്ളത്? എന്താണ്? തീർച്ചയായിട്ടും അത് വളരെ സ്വാഗതാർഹമാണ്. ഞങ്ങൾക്ക് അവിടെ നിന്ന് വോട്ട് ചെയ്യാൻ കഴിയുക എന്നുള്ളത് വളരെ സന്തോഷമുണ്ട്. അങ്ങനെ ഒരു തീരുമാനം വരുന്നത്. ഇത് എത്ര നാളായി നിങ്ങൾ കാത്തിരിക്കുന്ന കാര്യങ്ങളാണ്? വളരെ കാലമായി. ഞാൻ 10 വർഷമായിട്ട് അവിടെ ജോലി ചെയ്യുന്നവരാണ്. 10 വർഷമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നതാണ്. എനിക്ക് വളരെ ചുരുക്കം 2 പ്രാവശ്യം മാത്രമാണ് എനിക്ക് വോട്ട് ചെയ്യാൻ കഴിഞ്ഞത് ഈ ഇൻ ബിറ്റ്വീൻ 10 years. ഒരു സന്തോഷത്തോടെയുള്ള ഒരു വാർത്തയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പ്രവാസികൾക്ക് വളരെയേറെ ഗവൺമെൻറ് ഇതിനെപ്പറ്റി കൂടുതൽ കൺസിഡർ ചെയ്യണമെന്ന് ഞങ്ങളുടെ അഭ്യർത്ഥന. നാട്ടിലേക്ക് എപ്പോഴും വോട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവുമല്ലോ എല്ലാവർക്കും ഉണ്ട്. ഇന്ത്യൻ പൗരത്വം കിട്ടണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ടല്ലോ. അപ്പോൾ അത് നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് എല്ലാ ഇന്ത്യൻ പൗരത്തിനും ഞങ്ങളെപ്പോലെ തന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ എല്ലാ പ്രവാസികൾക്കും ഇതൊരു സന്തോഷ വാർത്തയായിരിക്കും. ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. അതിൽ വോട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് സുപ്രീം കോടതി പറയുന്നത്. എങ്ങനെ കാണുന്നു അതിനെ വളരെയേറെ സന്തോഷ ഒരു വാർത്തയായിട്ട് കാണുന്നു. 1 കോടിയിലധികം വരുന്ന പ്രവാസികളിൽ കേരളത്തിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിട്ടുള്ള പ്രവാസികൾക്ക് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെങ്കിലും വോട്ട് ചെയ്യാം എന്ന ആഗ്രഹം സുപ്രീം കോടതി വിധിയിലൂടെ 3 മാസത്തിനകം നടപ്പാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രവാസികളായ മലയാളികളും.